പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമ്മൾ ബേസിക്സിന്റെ മറ്റൊരു ഭാഗം ഇനി പഠിക്കാം. നിങ്ങളിപ്പോ ഇവിടെ നോക്കുക, എന്റെ കയ്യിലേക്ക് നോക്കുക. ഞാൻ എന്താ കാണുന്നത്? ഒരു ചെമ്പരത്തി പൂ അല്ലേ? ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങളെ വിളിക്കാനൊന്നുമല്ല, ഞങ്ങൾ കാണിച്ചു തരാം. ഇത് ഈ ചെമ്പരത്തി പൂവ് നമ്മൾ ഇതൊരു വൈറ്റ് പേപ്പറാണ് കാണുന്നത്. ഈ വൈറ്റ് പേപ്പറിൽ ഒരച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഇതിന് കളർ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമുക്ക് ഞാൻ ഉറച്ചു. ഇപ്പൊ ഇതിന് എന്ത് കളറായി? ഒരു വയലറ്റ് കളറായി. അതിങ്ങനെ വയലറ്റ് കൂടി 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 ഒരു നീല കളറിലേക്ക് വന്ന് നോക്കാം. അത് കുറച്ചായിട്ട് നോക്കാം. ഈ പേപ്പറിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മള് മോളിക്യൂളിനെ കുറിച്ചൊക്കെ പഠിച്ചു ഇല്ലേ? ആ മോളിക്യൂളില് ഇങ്ങനെ നമ്മൾ ചില ആറ്റംസ് കൂടി ചില മോളിക്യൂൾ ഉണ്ടാവും. ആ മോളിക്യൂൾ അതിൽ നമുക്ക് കുറച്ചെണ്ണം ഞാൻ ഇപ്പോഴും HCl ചേർന്ന് HCl, H2 പിന്നെ SO4 ചേർന്ന് H2SO4 ചേർന്ന് മറ്റൊരു മോളിക്യൂള്, SNO3 ഇത് ചേർന്നുണ്ട്. ഇങ്ങനെ നമ്മള് 3 ഇതുണ്ട്. വേറെ കുറച്ച് ഇങ്ങനെ ഉണ്ടാവും. NaOH, KOH, ഇതൊക്കെ നോക്കുക. ഇങ്ങനെ കുറച്ചിട്ടൊക്കെ കുറച്ച് മോളിക്യൂൾസ് ആണ്. ഇതിവിടെ നോക്കുക. ഇതിൽ വലിയ പ്രത്യേകതയില്ല. ഒന്നാമത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റിലെ മോളിക്യൂൾസുകൾ വരെ പ്രത്യേകതയില്ല. ആദ്യത്തെ ഒരു ജോഡിക്ക് വരെ പ്രത്യേകതയില്ല. നോക്കുക, ഇപ്പോഴത്തെ ഈ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ വരിയിലുള്ള പ്രത്യേകത. ഇത് രണ്ടാമത്തെ വരിയുടെ പ്രത്യേകത നോക്കുക. ഇത് നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം എന്ത് കാണാം? H കാണാം അല്ലെ? ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? ഇതിലാ OH അല്ലെ? ഈ ഹൈഡ്രജനുള്ള ഇതിന് എപ്പോഴും നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ അതിന്റെ പ്രത്യേക ഇതിന് അപ്പോഴാണ് നമുക്ക് നോളജ് ഉണ്ടാവുക. എന്തായാലും പ്രത്യേകത, ഇതിന്റെ പ്രത്യേകത, അതിന്റെ വ്യത്യാസം എന്താണ് അത് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടിക്കും. ഇതിലെല്ലാത്തിലും എന്തുണ്ട്? H ഉണ്ട്. ഇതിനൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ഇതിന് ആസിഡുകളാണ്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് സൾഫ്യൂരിക് ആസിഡ്, ഇത് നൈട്രിക് ആസിഡ്. ഇതൊക്കെ ആസിഡുകളാണ്. അതാണ് അവരുടെ പ്രത്യേകത. അതിലൊക്കെ എന്തുണ്ട്? ഹൈഡ്രജൻ ആണ് മികച്ചത് അല്ലേ? അതുണ്ട് ഹൈഡ്രജൻ ഉള്ളത്. ഒക്കെ ആസിഡുകളാണ്. എന്താണ് ആസിഡുകളുടെ പ്രത്യേകത? അവ വളരെ രൂക്ഷമ സ്വഭാവമുള്ളതാണ്. അത് പുളിയുള്ളതാണ്. എന്ന് വരുന്നത് ഓടിപ്പോയിട്ട് തൊട്ട് നോക്കി നാമൊന്നും വെട്ടി നോക്കരുത്. ഇതില് എന്താ കാരണം നോക്കി? ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ വീര്യം കൂടിയ ആസിഡുകൾ. നാവൊക്കെ കുടിച്ച് ഓട്ടയായിപ്പോകും. വെള്ളമൊക്കെ ഇടിഞ്ഞു പിന്നെ കുടിഞ്ഞു പോകും. അത്രയധികം ഇതാണ്. വളരെ നേരത്തെ തൊടാൻ പാടുള്ളൂ. ആ പുളി ഉണ്ട് എന്ന് പറഞ്ഞാൽ പുളി നോക്കാൻ പോയിട്ട് ആസിഡ് പോകും. ഇതൊക്കെ ആസിഡ്. ആ ആസിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന്റെ പുളിയുള്ളതാണ് എന്നുള്ളതാണ്. അതിന്റെ ഇത് വളരെ രൂക്ഷമാണ്. ഭയങ്കര ഇത് മറ്റേ രോഗങ്ങളൊക്കെ അടിയുന്നതാണ്. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. ഇതിന്റെ ആസിഡിന്റെ ഇതിലല്ല നിങ്ങൾക്ക് ഇതില് ഹൈഡ്രജനാണ് ഇതിന്റെ അതിന് കാരണം. ഇതിൽ നോക്കണം OH, ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ ആൽക്കലി എന്ന് പറയും. എന്താണ്? എല്ലാത്തിലും OH എന്താ പറയാ? ആൽക്കലി. ആൽക്കലി സ്വഭാവത്തിന്റെ വഴുവഴുപ്പുണ്ടായിരിക്കും. ഇത് രൂക്ഷം തന്നെയാണ്. നിങ്ങളിപ്പോ കാരം ഒക്കെ ഉണ്ടല്ലോ, കാൽസ്യമായിട്ട് കാരം, അതൊക്കെ ഇതുള്ളതാണ്. കാരം എന്ന് പറഞ്ഞാൽ ഈ ആൽക്കലിയാണ്.
അപ്പൊ അതൊക്കെ വഴുവഴുപ്പൊക്കെ അതിന്റെ പ്രത്യേകത. അതും രൂക്ഷതയുള്ളതാണ്. ഇതുപോലെ തന്നെ വളരെയധികം ഇതൊക്കെ ഇത് ഉള്ളത് തന്നെയാണ്. ഇതേപോലെ രൂക്ഷതയുണ്ട്. ഇതാണ് ആൽക്കലിയുടെ പ്രത്യേകത. പിന്നെ മാത്രമല്ല ഇത് ആസിഡാണ് ടെസ്റ്റ് ചെയ്യാൻ എന്താ വെച്ചാൽ ലിറ്റ്മസ് പേപ്പർ എടുക്കുക. ലിറ്റ്മസ് പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക, അതിൽ മുക്കി നോക്കിയാൽ നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന കളറാവും. നീല ലിറ്റ്മസ് പേപ്പർ എന്തായിരിക്കും? ചുവന്ന കളറാണെങ്കിൽ ആസിഡാണ്. അത് ആൽക്കലിന് മുക്കുകയാണെങ്കിൽ അത് നീല കളർ ആയിരിക്കും. അതാണ് അതിന്റെ ടെസ്റ്റ്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ആസിഡ് ടെസ്റ്റ് ചെയ്യുക. അപ്പോ ഇതൊക്കെ ഇത് എന്റെ പേര് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. ഇത് നൈട്രിക് ആസിഡ്. ഇങ്ങനെ ആസിഡൊക്കെ ആസിഡാണ്. ഇതൊക്കെ എന്താണ്? ആൽക്കലിയാണ്. അപ്പോ ഇനി ഇതില് ചുവന്ന ലിറ്റ്മസിനെ നീല കളറാക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോ നമ്മൾ ഉണ്ടാക്കിയ ഒരു ലിറ്റ്മസ് പേപ്പർ തുല്യമായ സാധനമാണ്. എന്താണ്? ഇപ്പൊ ഒരു നീല ലിറ്റ്മസ് പേപ്പറിന് ഇപ്പൊ ഇത് ഞാൻ പുളിയാണത്. നിങ്ങൾക്ക് പറയില്ലേ ഇതില് ഈ മുമ്പുളി ഞങ്ങളോട് പറയും. വേറെ പേരുണ്ടെങ്കിൽ വേറെ പേരൊക്കെ ഇന്ത്യയിൽ. ഇത് നീല ലിറ്റ്മസ് പേപ്പർ. ഇതിന് ഈ പുളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയോ? ആസിഡിറ്റി വരുന്നത് അത് വളരെ ഗാഢത കുറഞ്ഞത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആസിഡാണ് ഇതിലുള്ളത്. അപ്പൊ ഇത് അത്ര സ്ട്രോങ് അല്ല. എങ്കിലും ഇതിന് ആസിഡിനൊക്കെ നീല ലിറ്റ്മസ് പേപ്പറിന് ചുവന്ന കളറാക്കുള്ള ഇതിൽ നോക്കിയിട്ട് ഇപ്പൊ എന്താ കളർ? നീലയല്ലേ, ഒരു വയലറ്റ് നീലയല്ലേ. നമ്മൾ ഇതില് അത് പുള്ളിയും ചെയ്യും. നോക്കുക, തേറ്റ ഭാഗം എന്തായി നോക്കി നിങ്ങൾ എന്തായി കണ്ട? ആ ഭാഗം ഞാൻ ഇപ്പൊ ഇവിടെ വേറെ തേക്ക് കാണിച്ചു തരാം. ഇവിടെ നീല കളറല്ലേ ഒരു തേക്ക്. ഇപ്പൊ എന്തായി? ചുവന്ന കളറാവുന്നുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ആസിഡ് ഒക്കെ എന്താ പ്രത്യേകത? നീല ലിറ്റ്മസിനെ ചുവന്ന കളറാണ്. അതാണ് അതിന്റെ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൈട്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി നമുക്ക് ഇത് പറയാം. ഇത് ഒരു ആസിഡും ആൽക്കലി ഗ്യാസ് നമുക്ക് ആൽക്കലി ഭയങ്കര വീര്യമുള്ളതും നമുക്ക് ഹാനികരമൊക്കെയാണ്. ഇത് ഈ ആസിഡ് ആൽക്കലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും ചേർന്നാൽ രണ്ടിന്റെയും വീര്യം നഷ്ടപ്പെട്ടു അത് സോൾട്ടായി മാറും. എന്തായിട്ട് മാറുക? സോൾട്ട്, ലവണം എന്ന് മലയാളത്തിൽ പറയും. ഉദാഹരണം പറയാൻ വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ല. ഇത് രണ്ടും ചേർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന വെച്ചാല് സോഡിയം ക്ലോറിൻ നമ്മൾ സോഡിയം തമ്മിൽ യോജിക്കും. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഉണ്ടാവും, ലവണം ഉണ്ടാവും. എല്ലാവരും കൂടുതലും കൊല്ലം ഉണ്ടാവണ്ട. പിന്നെ എന്താ വെച്ചാല് ഇത് ഹൈഡ്രജനും ഇതുണ്ടല്ല, ഇവ തമ്മിൽ യോജിക്കും. ഏതൊക്കെ യോജിക്കുക? സോഡിയം ക്ലോറിനും തമ്മിൽ യോജിക്കും. അപ്പൊ എന്തുണ്ടാവും? ബാക്കി എന്തുണ്ടാവും? അപ്പൊ അത് എഴുതാം. ഇത് അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡ് ഈ സോഡിയവും ക്ലോറിൻ ചേർന്ന് NaCl ഉണ്ടാവും. പ്ലസ് ഇതിൽ രണ്ടെണ്ണം. ബാക്കി എന്തൊക്കെ ഉണ്ടാവും? ഒരു ഹൈഡ്രജൻ കൂടിയിട്ട് ഒരു ഹൈഡ്രജൻ ഇതിലുണ്ട്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? 2 ഹൈഡ്രജൻ ഓക്സിജൻ ബാക്കിയുണ്ട്. അത് കൂട്ടിക്കാണ് ഉണ്ടാവുക H2O. എന്താണത്? വെള്ളം. അപ്പൊ H2O വെള്ളവും ഉണ്ടാവും. അപ്പൊ നമ്മള് ആസിഡും ആൽക്കലിയും ചേർന്ന് ലവണവും ജലവും ഉണ്ടാകുന്നു അല്ലെ? സോൾട്ട് ഉണ്ടാവും അല്ലെ? സോൾട്ടും ഉണ്ടാവും. ഈ സോൾട്ട് കുഴപ്പമില്ലേ? സോൾട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ വലിയ പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വെച്ചാല് ഇത് ഒരു സമവാക്യമാണ് അല്ലെ? നമ്മൾ സമവാക്യം നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കണം. നമ്മൾ എഴുതി ചെയ്യാനും അല്ലെ? എങ്ങനെയാ? അപ്പൊ നോക്കുക, H ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, H 2 എണ്ണം. അപ്പൊ ഇത് ശരിയാ അല്ലെ? പിന്നെ Cl ഇവിടെ ഒരെണ്ണം, Cl ഇവിടെ ഒരെണ്ണം, അതും ശരിയാ.
സോഡിയം ബുധവരണം. അപ്പൊ നേരത്തെ സാധനങ്ങൾ തന്നെയാണ് അപ്പുറത്തും കിട്ടിയിട്ടുള്ളത് അല്ലെ. നമ്മൾ അത് പഠിച്ചാൽ അത് ശരിയായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ കാണിച്ചു അല്ലെ, എടുക്കുന്ന സാധനവും നമ്മൾ റിയാക്ഷന് വേണ്ടി എടുക്കുന്ന പ്രതികരണത്തിന് എടുക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ഉൽപ്പന്നങ്ങളായിട്ടുള്ള സാധനങ്ങളും ഇല്ലെയും ആറ്റങ്ങൾ തുല്യമായിരിക്കണം പഠിച്ചു. അത് ശരിയായി നമ്മൾ കണ്ടു. അപ്പൊ ഇത് ബാലൻസിലാണ്. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാവുക. ഇക്വേഷനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്താണ് ആസിഡ്, എന്താണ് ആൽക്കലി, എന്താണ് ലവണം മനസ്സിലായി. ആസിഡും ആൽക്കലി ചേർന്ന് ഒരു സമവാക്യം ഉണ്ടാകും ഉൽപ്പന്നത്തിന്. സമവാക്യം എഴുതാനും അത് ബാലൻസ് ചെയ്യാനും കണ്ടു. നമുക്ക് ഇനി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ബേസിക്സ് മറ്റുള്ള പഠിക്കാം.